ഫൈനലി ദ വെയിറ്റ് ഈസ് ഓവർ. അങ്ങനെ 38ാമത്തെ ആഴ്ചയായിരിക്കുന്നു. ചെറിയ ചെറിയ ലേബർ പെയിൻ്റെയും അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതൊന്നും അല്ല എന്ന് ഉറപ്പിൽ നിന്നുകൊണ്ടിരുന്ന എന്നെ അമ്മയും അനിയത്തി ഒരൊറ്റ നിർബന്ധത്തിൽ പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നൊരു സൺഡേയും പിന്നെ ഞാൻ ചെന്നത് ഒരു ഉച്ചരെ ആയതുകൊണ്ടും ഡോക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നഴ്സുമാർ എന്നെ പിടിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്തു. 38 വീക്സും ആയി. അങ്ങനെ നെക്സ്റ്റ് ഡേ ഡോക്ടർ രാവിലെ 7 മണിക്ക് എത്തുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ഫുഡ് കഴിച്ച് ഇരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാനൊരു കഞ്ഞിയും കുടിച്ച് പെട്ടെന്ന് കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ 7 മണിയായി. 7 മണിയായി, ഞാനെല്ലാം റെഡിയായി ലേബർ റൂമിലേക്ക് പോകാൻ സെറ്റായി. ബോബു നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം ബോബു ഞാൻ പോകുന്നതൊന്നും കണ്ടിട്ടില്ല. 7 മണിയായപ്പം ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വേഗം ഫുഡും കഴിച്ചിട്ട് 7 മണിയായപ്പോഴേക്കും ലേബർ റൂമിലേക്ക് പോയി. പിന്നീട് ഡോക്ടറെ കണ്ട ശേഷം നോർമൽ നടക്കില്ല, സി സെക്ഷനേ നടക്കുള്ളൂ. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ചെറിയ നാടകമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയും ബോബുവും എല്ലാവരും ഉണ്ടായിരുന്നു. സോ എല്ലാവരും നല്ല ധൈര്യമൊക്കെ തന്നിട്ട് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് യാത്രയാക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ പോയിട്ട് കുഞ്ഞുവാവിയായിട്ട് വരാം. അങ്ങനെ കുഞ്ഞുവാവ വന്നു. ഇതാണ് എൻ്റെ ഡോക്ടർ, ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഡോക്ടറാണ്, ശ്രീദേവി ഡോക്ടർ. മിംസിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്, കണ്ണൂർ. പിന്നെ എല്ലാവരും കുഞ്ഞുവാവിനെ കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ബോബു വാവിനെ കാണാൻ വേണ്ടി ഓടുവാണ്. അങ്ങനെ ലാസ്റ്റ് ഈ 10 മാസം വെയിറ്റ് ചെയ്ത് നമ്മുടെ വാവിനെ കാണുകയാണ്. അങ്ങനെ എല്ലാവരുടെയും പ്രഡിക്ഷൻസിന് അവസാനിട്ടുണ്ട് ബേബി ഗേളാണ്. 100 പേര് 100 അഭിപ്രായമാണ് എൻ്റെ പ്രഗ്നൻസിയിൽ എൻ്റെ സിംറ്റംസൊക്കെ വെച്ച് പറഞ്ഞിരുന്നു. ചില പേര് പറഞ്ഞു ആൺകുട്ടിയാണ്, ചില പേര് പറഞ്ഞു പെൺകുട്ടിയാണ്, അങ്ങനെയാണ് പെണ്ണാണ്, ഇങ്ങനെയാണ് ആണാണ്. ഇതൊക്കെ എനിക്ക് വർക്കൗട്ടായെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. എൻ്റെ ഇടയിൽ കുറേ ഡിഫറെൻ്റ് ആയിരുന്നു. ബോയ് ആണെന്ന് തോന്നും, പക്ഷേ എനിക്ക് ഗേളാണ് വന്നത്. കുറേ ബോയ്സിൻ്റെ സിംറ്റംസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബേബി ഗേൾ വേണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. അതുപോലെ തന്നെ ബേബി ഗേളിനെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്കും അതുപോലെ പപ്പയ്ക്കും എനിക്കും ബോബുനും എല്ലാവർക്കും ബേബി ഗേൾ വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ആൻഡ് ദിസ് ഇസ് ദ മൊമെൻറ്റ്. ദീപക്കേട്ടനോട് വലിയ താങ്ക്സ് പറയണം. എൻ്റെ ഹസ്ബൻഡ് ചേട്ടനാണ് എല്ലാ വീഡിയോസും ക്യാപ്ചർ ചെയ്തത്. എനിക്കിതൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടൻ ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഫീലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഫാമിലി നോക്കുവാണെങ്കിൽ ഫുൾ ആൺകുട്ടികളാണ്. അവിടെ നമ്മളെ ഫസ്റ്റ് ബേബി ഗേൾ വന്നിരിക്കുകയാണ്, ഞങ്ങളെ വാവ. എൻ്റെ ഫാമിലിയിലാണെങ്കിലോ ഫുൾ പെൺകുട്ടികൾ. ഒരു പുതിയൊരു ഗേൾ ബേബി കൂടെ ഞങ്ങളെ ഫാമിലിയിലേക്ക് ആഡായി. അങ്ങനെ മദർഹുഡ് ആൻഡ് പാരൻറ്റിങ് എന്ന പ്രധാനപ്പെട്ട ലൈഫിലെ സ്റ്റേജിലെത്തി നിൽക്കുമ്പം ലോകത്തിൽ ഏറ്റവും വിലമതിക്കാനാവാത്ത 2 കാര്യം, ഒന്ന് ഉറക്കും, പിന്നെ ഒന്ന് സമയമാണെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു.